Let's start the discussion with the third part of the projection of line, and in this class I will discuss about the procedure to solve the problems of lines which are inclined to both the reference plane. So in the previous class we learned the concept or the basic principle of the line rotation method, or how the views are getting rotated. But here I will focus on the procedure that's very much needed for solving the questions in graphics. So നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് വൈസ് അല്ലെങ്കിൽ എന്താണ് ലൈൻ റൊട്ടേഷൻ, പിക്ചോറിൽ എങ്ങനെ സംഭവിക്കുന്നു, 3-dimensional സ്പേസിൽ എങ്ങനെയാണ് ഈ ലൈനിന്റെ റൊട്ടേഷൻ മാറുന്നത് എന്നൊക്കെ അറിയണം, ലോക്കസിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ യു കൈൻഡ്ലി റെഫർ ബാക്ക് ടു ദി പാർട്ട് 2. Okay, and here I will not be talking anything regarding the picturization part, that is 3-dimensional part. 3-dimensional ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പറയില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. Because all of you may not have the same capacity to visualize, and when we talk about especially the case of lines, it is quite difficult to visualize how a line rotates and think about the front view, top view, etc. So I prefer as a student my advice is to follow the procedure. You should understand the concepts, but to solve the problems efficiently, I think it is better to go behind the procedure. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കണം. We should understand each and every terminology used, the relationship between each and every terms that we, or the drawings that we create. അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, so let's start from the problem which we have discussed in the previous class. So ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം. ഇവിടെ എന്താണ്, ലൈൻ മേക്സ് an angle of theta and phi with HP and VP. Its front view and top views obtained. Now നമ്മളത് ട്രൂ ലെങ്തിൽ നിന്നും എങ്ങനെയാണ് വരയ്ക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്, ശരിയല്ലേ? സോ once again I am repeating it. നമുക്ക് a dash end points ഉണ്ടെങ്കിൽ ഫസ്റ്റ് end points ലൊക്കേറ്റ് ചെയ്യുക. So the first step is to locating the end points a dash and a. So immediately after obtaining the points a dash and a, ഞാൻ ട്രൂ ലെങ്ത് എടുത്തെന്ത് വരച്ചു, തീറ്റ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു HP. അത് ഫ്രണ്ട് വ്യൂ അല്ല വരയ്ക്കുന്നത്. സോ ഇവിടെ വരയ്ക്കുന്നതാണല്ലോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം, ഇവിടെയാണല്ലോ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. സോ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു HP ആണ് തീറ്റ, അത് വിസിബിൾ ആകുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. സോ അത് ഫ്രണ്ട് വ്യൂവിൽ ഞാൻ തീറ്റ ഓറിയന്റേഷൻ കൊടുത്തു. ലൈൻ VPക്ക് പാരലൽ ആയതുകൊണ്ട് ട്രൂ ലെങ്ത് തന്നെയാണ് a dash b dash എന്ന് പറയുന്നത്. സോ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്, കാരണം ഇവിടെ പടത്തിൽ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ a dash b dash എന്നാണ്. സോ ഇവിടുത്തെ ഇത് അപ്പോൾ ട്രൂ ലെങ്ത് ആണോ? അല്ല, ഇത് അപ്പറന്റ് ലെങ്ത് ആണ്. സോ ഫോർ ഹിയർ ഓൺവേർഡ്സ് ഞാൻ a b എന്നും a dash b dash എന്ന് പറയുന്നതുമായിരിക്കും എൻ്റെ ട്രൂ ലെങ്തുകൾ. അതുപോലെ a dash b1 ഡാഷും a b1ഉമാണ് എൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ. കൺഫ്യൂഷൻ ആക്കരുത്. സോ ഫിഗറിൽ ഇപ്പോൾ ഇവിടെ വേറെ ലൈൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് നൊട്ടേറ്റ് ചെയ്യാത്തത്. ഈ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ആർ ബീങ് യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഓതേഴ്സ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യു ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു വൺ notation. Some of you might be using a dash b dash. This notation may be used for the front view and top view, and this will be used for the true length. There are people who learn like that. So don't get confused. Okay, just stick on to the nomenclature which you are familiar with, or else you can follow the procedure or the notation that I use. Okay, so this is the notation I am using while solving the problems, while solving the lines which are inclined to both the reference plane. Okay, അപ്പം എൻ്റെ a dash b dash എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ലെങ്ത് ആണ്. അത് ഞാൻ വരച്ചു, റൈറ്റ്. അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്തു, HP ആയിട്ട് 5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് എന്താണ്, ദിസ് ഇസ് ആംഗിൾ 5 ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ വീണ്ടും ട്രൂ ലെങ്ത് വരച്ചു, റൈറ്റ്. ഇപ്പം എനിക്ക് ഏതൊക്കെ പോയിന്റ് കിട്ടി, അതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതൊക്കെ പോയിന്റ്സ് ഞാൻ ഒബ്റ്റെയിൻ ചെയ്തു. ഞാൻ a dash എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്തു, a എന്ന് പറയുന്ന പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്തു. ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് എനിക്കറിയാം, ഇൻക്ലിനേഷനും അറിയാവുന്നത് കൊണ്ട് എനിക്ക് b dash എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഫൈ അറിയാവുന്നത് കൊണ്ട് എനിക്ക് b എന്ന് പറയുന്ന പോയിന്റും കിട്ടി. That means right now we have obtained all the end point locations, a dash, b dash, a and b. So immediately after obtaining these points, we are supposed to draw the locus.
ലോക്കസുകൾ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, നമ്മൾ എ ഡാഷിൻ്റെ അവിടെ ലൈൻ വരച്ചു, എയുടെ അവിടെ ഒരെണ്ണം വരച്ചു, ബി ഡാഷിൻ്റെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, ബിയുടെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് കൊടുക്കുക, ആ ഹൊറിസോണ്ടൽ ലൈൻസിന് ജസ്റ്റ് ഗീവ് ദ നെയിം ആസ് ലോക്കസ് ഓഫ് ബി ഡാഷ്, ലോക്കസ് ഓഫ് എ ഡാഷ്, locus of A and locus of B. It's a very important step because I am going to teach you something related to locus. I'm going to make it simple by using the terms of locus, right? അപ്പോൾ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ് ബി ഡാഷ് ആണെങ്കിലും B1 ഡാഷ് ആണെങ്കിലും എന്തായിരിക്കും, അതിന്റെ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ് B ആണെങ്കിലും B1 ആണെങ്കിലും അതിന്റെ ലോക്കസ് ഓഫ് B എന്നാണ് വിളിക്കുന്നത്. So you might be thinking, sir, why for all the questions can we obtain the point B dash like this? No. See, e questionil enikku true length undu. I have the true length is given in the question, theta and phi is given in the question. So for this question I have the true length given. I will put it like this, given. What are things are given? I have the true length, I have theta and I have phi. ഇത്ര എനിക്ക് തന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ എയുടെ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഇഫ് ദി പാരാമീറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്, വേറെ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ വരയ്ക്കുന്ന രീതി മാറും. അത് നമുക്ക് ഈ ലെക്ചർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ലോക്കസുകൾ വരച്ചു, ലോക്കസുകൾ മാർക്ക് ചെയ്തു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, റൈറ്റ്? നോ ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ പോലെ ട്രൂ ലെങ്ത് ആണ്. സോ ഈ ലൈനിനെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ ലോക്കസ് ഓഫ് ബിയിൽ നിന്നും എവിടം വരെ ലോക്കസ് ഓഫ് എ ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ എന്നാണ് പറഞ്ഞത്, റൈറ്റ്? പക്ഷെ അത് കിടക്കേണ്ട ഏത് ലോക്കസിലാണ്? അത് കിടക്കേണ്ട ലോക്കസ് ബി ഡാഷിലാണ്. കാരണം ബി എ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വന്നതല്ലേ. ബി എ പ്രൊജക്ട് ചെയ്തൊരു സാധനം നമുക്ക് ഒരിക്കലും എ ഡാഷിൽ ഇടാൻ പറ്റില്ല. അത് ബിയുടെ സ്ഥലത്ത് പോയി കിടക്കണം. സോ നമ്മൾ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തതിനെ ബിയുടെ ലോക്കസിൽ എത്തിച്ചു. അതിൻ്റെ നെയിം എന്താണ്? B1 ഡാഷ്. സോ ഐ ഒബ്റ്റെയിൻ ദി ഫ്രണ്ട് വ്യൂ. ഈ റെഡ് ലൈനിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട, അതൊരു ഡാർക്കർ ലൈൻ എന്നുള്ളൂ, തിക്ക് ലൈൻ എന്നുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത് എന്ത് ചെയ്തു, ഞാൻ ടോപ്പ് വ്യൂ, അതായത് ഈ പറഞ്ഞ എ ഡാഷ് ബി ഡാഷിനെ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ അപ്പർ ലെങ്ത് ആണ്. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ലോക്കസ് ഓഫ് ബി ഡാഷിൽ നിന്നും ഞാൻ ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എ സെൻറ്റർ ആക്കി ഇത് റേഡിയസ് ആക്കി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് B1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടുന്നു, റൈറ്റ്? സോ നമ്മളുടെ ഡ്രോയിങ് കറക്റ്റാണ്, എറർ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് കൺസ്ട്രക്റ്റഡ് ദ ഡ്രോയിങ് വിത്ത് പ്രിസൈസ് മെഷർമെന്റ്സ്, then definitely your B1 dash and B1 will lie on the same vertical line. ലൈൻ എന്നല്ല പറയുന്നത്, സെയിം വെർട്ടിക്കൽ ലൈൻ. അല്ലാതെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന ഒന്ന് ലൈനായിട്ട് നമുക്ക് കൂട്ടാം. ലൈൻ ആയിരിക്കും, പക്ഷെ അത് ചെരിഞ്ഞാണ് കിടക്കുന്നത്. No, it should be a vertical line. So if there is any variation in that vertical line, suppose if you, when after the completion of the sketch, if your B1 is located somewhere here or somewhere here where it is not coinciding in the vertical line, you can conclude that there has some error happened while drawing. So go and cross check the error or find the error and correct it. It has to meet at that point. അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം. അപ്പോൾ ട്രൂ ലെങ്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, we started from the true length and we found the apparent length, the front view and top view, and then we have rotated these front view and top view to the correct location. അതാണ് നമ്മൾ ചെയ്തത്. ട്രൂ ലെങ്ത് വരച്ചു, കറസ്പോണ്ടിങ് വ്യൂസിനെ ഒബ്റ്റെയിൻ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ഇവനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ലോക്കസിൽ കൊണ്ടുപോയിട്ടു. അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തൊരു കാര്യം എന്തായിരുന്നു, എ ഡാഷ് എയും B1 ഡാഷ് B1ഉം എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിൽ കാണണം എന്നുള്ളതായിരുന്നു നമ്മളുടെ കൺക്ലൂഷൻ, റൈറ്റ്? അതൊരു കൺക്ലൂഷനാണ്, എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഫോർ ഓൾ ദി ക്വസ്റ്റ്യൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്വാഡ്രന്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂസ്, ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ എന്ത്, എ ഡാഷും B1 ഡാഷും സെയിം വെർട്ടിക്കൽ ലൈനിൽ ഉണ്ടാവണം. ഓക്കെ, അതുപോലെ എന്താണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം. അതിന് എഴുതാം ലെങ്ത് ഓഫ് ദി ടോപ്പ് വ്യൂ. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് നമ്മളുടെ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന AB
എക്സ്റ്റെൻഡ് ചെയ്ത് ലോക്കസ് ഓഫ് എ ഡാഷിൽ എത്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ. സിമിലർലി നമ്മളുടെ എ ഡാഷ് ബി ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ലോക്കസ് ഓഫ് എയിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ, അവനെ കറക്റ്റ് ഓറിയന്റേഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യിച്ചിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്ന സാധനം. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ആൽഫയും ഉണ്ട് ബീറ്റയും ഉണ്ട്, അത് നമ്മൾ കാണുന്ന ആംഗിൾസ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫിഗറിനെ വളരെ നീറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് തമ്മിലുള്ള റിലേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ഫിഗർ ആയിട്ട് വേണം വെക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു റെഫറൻസ് സ്കെച്ച് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൈനിന് ഈ ഒരു സ്കെച്ചിനെ കീപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സ്റ്റഡി ഓൺ ദിസ് ക്രോസ് റിലേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇതും അതും തമ്മിലുള്ള ബന്ധം, ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ എങ്ങനെ സൊല്യൂഷനിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡിസ്കസ് അബൌട്ട് ദിസ് ഫിഗർ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം എന്താണ് എ ഡാഷ് ബി ഡാഷ്. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. എ ബി എന്ന് പറഞ്ഞാലും ട്രൂ ലെങ്ത് ആയിരിക്കും. സോ എ ഡാഷ് ബി ഡാഷ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, എ ബി ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ആയിരിക്കും. അല്ലാതെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് ട്രൂ ലെങ്ത് ഒന്നും കിട്ടില്ല. ഓക്കെ, ഇനി ഫോർ യുവർ ഇൻഫർമേഷൻ, ഇൻ ദ ക്വസ്റ്റ്യൻ sometimes they can give you the true length and the inclination, sometimes they will give you the top view front view length and its inclinations. So പല രീതിയിൽ, ബിക്കോസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞ 10 കാര്യങ്ങളും എന്താണ്, പാരാമീറ്റേഴ്സ് ആയത് കാരണം ഈ 10 കാര്യങ്ങളിൽ ഏതൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ദീസ് ആർ സം ഓഫ് ദ 10 പാരാമീറ്റേഴ്സ് ദാറ്റ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. സോ all these values, no, may not all these values, sometimes 3 or 4 or 5 values among these will come. അത് വെച്ചിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ട്രൂ ലെങ്ത് തീറ്റ 5, ലൊക്കേഷൻ ഓഫ് എ അല്ലെ പൊസിഷൻ ഓഫ് എ ഉണ്ടായിരുന്നു നമുക്ക്. ദാറ്റ് മീൻസ് നമുക്ക് 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു, 8 ഉണ്ടായിരുന്നു. 1, 2, 3 and 8. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരിക്കാം. ചില ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ചിലപ്പോൾ തരുന്നത് 1 കാണും, ചിലപ്പം 6ഉം 7ഉം ഒക്കെ ആയിരിക്കും ഉള്ളത്. അങ്ങനെ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ ഫിഗറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഓക്കെ, സോ എന്താണ് നമ്മുടെ ട്രൂ ലെങ്ത് ആണ് എ ഡാഷ് ബി ഡാഷ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്ന ലോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ലോക്കസ് ഓഫ് ബി ഡാഷ് ആണ്, ഇത് ലോക്കസ് ഓഫ് എ ഡാഷ് ആണ്, ഇത് ലോക്കസ് ഓഫ് എ ആണ്, ഇത് ലോക്കസ് ഓഫ് ബി ആണ്. ഒരു നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന ലോക്കസുകളെല്ലാം ഒരേ ലൈനിൽ എഴുതി പോവുകയാണെങ്കിൽ അത് കാണാൻ വളരെ ഭംഗിയായിരിക്കും. നമ്മൾ പ്രീവിയസ് ഇത് ചെയ്ത പോലെ തന്നെ എന്താണ് ഇവിടെ എല്ലാം ഒരേ ലൈനിൽ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ അത് കാഴ്ചയിൽ വളരെ നീറ്റായിട്ട് ഫീൽ ചെയ്യും. സോ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ നമ്മൾ നോക്കുക അടുത്ത എന്താണ്, ആംഗിൾ ഓഫ് ദ ട്രൂ ലെങ്ത് വിത്ത് HP തീറ്റ നമുക്കറിയാം. ഫൈ ഇതാണ് ഫൈ എന്താണ് ആംഗിൾ ഓഫ് ട്രൂ ലെങ്ത് വിത്ത് VP, അതും നമുക്കറിയാം. ഇനി അടുത്ത എന്താണ് ആംഗിൾ ഓഫ് ഫ്രണ്ട് വ്യൂ വിത്ത് XY ആൽഫ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആംഗിൾ ആണ് ആൽഫ. ആംഗിൾ ഓഫ് ടോപ്പ് വ്യൂ വിത്ത് XY ബീറ്റ, റൈറ്റ്, അതും കിട്ടി. ഇനി ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം. ഇതാണ് ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ. ലെങ്ത് ഓഫ് തിരിച്ചും പറയാൻ കേട്ടോ, ഇവിടെ എത്തുമ്പോഴാണ് ശരിക്കും ഇതിങ്ങനെ കിട്ടും. ഫോർ ദ ടൈം ബീങ് ഇത് ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ ആണ്, ഇത് ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ ആണ്, അങ്ങനെ കിട്ടും. കാരണം മറ്റു പ്ലെയിനിൽ ചെന്ന് കഴിയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വ്യൂ ആകുന്നത്, റൈറ്റ്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ VP ഒബ്റ്റെയിൻ ചെയ്യണം, HP യിൽ കിട്ടുന്നത് ശരിയല്ല. ഓക്കെ, സോ അതിനെ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്നും ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ A1 ഡാഷ്, A ഡാഷ് 1 ഡാഷ്. ഇതൊരു കാര്യം ചെയ്യാം, A ഡാഷ് 1 ഡാഷ് ഓൾറെഡി കൊടുത്തല്ലേ. ഓക്കെ ഫൈൻ, I will change this as A dash 2. So I will name it as A dash 2 dash. Okay, A dash 2 dash. And instead of this 1 dash I will put it 1 here.
instead of this one I will put 1 here. So the length of top view is going to be what? A1. Correct. Okay, that means E length ആണ് നമ്മുടെ length of the top view. E length ആണ് നമ്മുടെ length of the front view. Already നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി പൊസിഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊസിഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഈ ദൂരമാണ് പൊസിഷൻ ഓഫ് എ എന്ന് പറയുന്ന സാധനം. അത് 10 mm above HP, 20 mm in front of VP, 15 mm above HP, 10 mm in front of VP, അങ്ങനെയുള്ള പല പല ഡയമെൻഷൻസ് വെച്ചിട്ട് തരുന്നതായിരിക്കും പൊസിഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് പൊസിഷൻ ഓഫ് ബി? ഇത് വളരെ കോമൺ ആയിട്ടുള്ള സാധനമല്ല ഈ പൊസിഷൻ ഓഫ് ബി എന്ന് പറയുന്ന സാധനം. പൊസിഷൻ ഓഫ് ബി നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് നോക്കി. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബി ഡാഷ് ഓർ B1 dash, it is located on the same locus B dash, right? എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ശരിക്കും ലൊക്കേഷൻ ഓഫ് ബി എന്ന് പറയുന്ന സാധനം. ഇതുമാണ് നമ്മുടെ ലൊക്കേഷൻ ഓഫ് ബി എന്ന് പറയുന്ന സാധനം. ഇതാണ് 8 മീൻ ചെയ്യുന്നത്, ഇതാണ് 9 മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേണം എനിക്കൊരു കാര്യം കൃത്യം അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. സപ്പോസ് if in the question they mention the position of A, immediately you can mark the point A dash and A. A ഡാഷും എയും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ലോക്കസ് ഓഫ് എയും ലോക്കസ് ഓഫ് എ ഡാഷും മാർക്ക് ചെയ്യാം. ശരിയല്ലേ? ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ ഓഫ് എ ഈസ് 10 mm above HP, 20 mm in front of VP എന്ന് പറഞ്ഞാൽ 10 mm മേളിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് ലോക്കസ് ഓഫ് എ ഡാഷ് ആണ്. 20 mm in front of എടുത്തിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്താണ്? അത് ലോക്കസ് ഓഫ് എ ആണ്. സോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുകയാണ്? എൻഡ് ബി ഈസ് ലൊക്കേറ്റഡ് അറ്റ് 50 mm above HP ആൻഡ് 60 mm in front of VP എന്നാണ് പറയുന്നതിരിക്കട്ടെ. 50 mm above HP ആൻഡ് 55 mm in front of VP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എബോവ് എച്ച് പികളും, ഇതായിരിക്കും ഇൻ ഫ്രണ്ട് ഓഫ് VPകളും അല്ലേ? എബോവ് എച്ച് പികൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രണ്ട് വ്യൂലാണല്ലോ, റൈറ്റ്? അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയാൻ പറ്റും? ലൊക്കേഷൻ ഓഫ് ബി പറഞ്ഞു കഴിയുമ്പോൾ അത് B1 ആകാം, B1 ഡാഷ് ആകാം, B ഡാഷ് ആകാം, അല്ലെ B1 ആകാം, B ആകാം. പോയിന്റ് നമുക്കറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ ഡ്രോ ദ ലോക്കസ്, റൈറ്റ്? സോ ഇമ്മീഡിയറ്റ്ലി ഇഫ് in the question if they have given the position of B, definitely you can mark the locus of B and then locus of B dash. ഓക്കെ, ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യം. ഞാൻ കുറച്ച് ഒന്ന് മായ്ക്കുവാണ്, കാരണം ക്ലംസി ആയി ഒത്തിരി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനിയാണ് നമ്മൾ ക്രോസ് റിലേഷൻസ് പഠിക്കാൻ പോകും. ഇനി സോറി, വൺ മോർ ടോപ്പിക് വിച്ച് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് എൻഡ് പ്രൊജക്ടർ? എൻഡ് പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ ഫ്രണ്ട് വ്യൂ, ആക്ച്വൽ ടോപ്പ് വ്യൂ. അതായതാണ് എ ഡാഷ് B1 ഡാഷും എ B1 ഉം. എ ഡാഷ് എ എന്ന് പറയുന്നതാണ് ഒരു എൻഡ്, B1 ഡാഷ് എന്ന് പറയുന്നതാണ് അടുത്ത എൻഡുകൾ ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും. നിങ്ങൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞായിരുന്നു എ ഡാഷ് ആൻഡ് B1 ഡാഷ് വിൽ ലൈ ഓൺ ദ സെയിം വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈൻസ് ആണ് എൻഡ് പ്രൊജക്ടർ എന്ന് പറയുന്ന സാധനം. ദാറ്റ് മീൻസ് this line is called as the one end projector of B, and this line is called as the end projector of A, right? From distance between the end projector എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ദൂരമാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയെങ്കിലും യു മൈറ്റ് ബി വണ്ടറിങ് വാട്ട് ഈസ് സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3. ആ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2 ഫിക്സ് ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന 10 വേരിയബിൾസിനകത്തുള്ള ഏതെങ്കിലും 3, 4, 5 വേരിയബിൾസ് ആയിരിക്കും പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കാണുന്നത്, റൈറ്റ്? വി ഹാവ് 10 ഡിഫറെന്റ് സെറ്റ് ഓഫ് വേരിയബിൾസ്. എമംഗ് ദിസ് 4 to 5 വേരിയബിൾസ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? So based upon that variables we have to solve this. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കോമ്പിനേഷനിൽ പ്രൊസീജിയേഴ്സ് പഠിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാം എങ്ങനെ എന്നുള്ളതാണ്. പ്രൊസീജിയർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പർട്ടിക്കുലർ ഫിഗർ. ഈ ഫിഗറിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ ഓരോ വേരിയബിൾസും നമുക്ക് തരുന്ന സെറ്റ് ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് എങ്ങനെ ക്രോസ് റിലേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക്. സോ പ്രൊസീജിയർ പറയാനാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന സാധനം
ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഫസ്റ്റ് എന്താണ്, മാർക്ക് ദി ഗിവൺ പോയിന്റ്സ്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ അതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എ പൊസിഷൻ ഓഫ് എ ഉണ്ടെങ്കിൽ യു മാർക്ക് ദി എ ഡാഷ് ആൻഡ് മാർക്ക് ദി ലോക്കസ് ഓഫ് എ ഡാഷ്. മാർക്ക് എ ആൻഡ് യു മാർക്ക് ഇറ്റ് ആസ് ലോക്കസ് ഓഫ് എ. അതാണ് ആദ്യം ചെയ്യേണ്ടത്, റൈറ്റ്? അതിനുശേഷം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലുള്ളൊരു ഫിഗർ റഫായിട്ട് വരച്ചിടുക, എ ഫിഗർ ലൈക്ക് ദിസ്, റൈറ്റ്? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഗിവൺ പോയിന്റ്സ് ഉണ്ടല്ലോ, റൈറ്റ്? ഗിവൺ പോയിന്റ്സിന് എന്ത് ചെയ്യുക, ഈ ഫിഗറിലേക്ക് പ്ലോട്ട് ചെയ്യുക, റൈറ്റ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, എൻ്റെ എ ഈസ് 10 mm above HP. A is 10 mm above HP and 15 mm in front of VP. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ, നമ്മുടെ ഒരു റഫ് ഫിഗർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം, ഈ 10 mm above HP ആണെങ്കിൽ ഈ ദൂരം 10 mm ആണ് എന്ന് എനിക്ക് റഫായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ ഈ ദൂരം 15 mm ആണ് എന്ന് എനിക്ക് റഫായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. റഫായിട്ട് മാർക്ക് ചെയ്താൽ മതി, നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? എന്നിട്ട് നമ്മൾ പറയുവാണ് എന്താണ്, തന്നിരിക്കുന്ന ഡേറ്റ ഓരോന്നും വെച്ച് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുക. ഇനി എങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയട്ടെ, ഇതേ ക്വസ്റ്റിനകത്ത് തന്നെ ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബി ഈസ് 55 mm above HP and 60 mm അല്ല 50 mm in front of VP. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 9ാമത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, എന്ത്, ബിയുടെ കണ്ടീഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 55 mm above HP എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അത് ഈ ഹൈറ്റ് ആയിരിക്കും 55. സോ ഇവിടുന്ന് 55 എടുത്താൽ എനിക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ഈ ലോക്കസ് വരയ്ക്കാൻ പറ്റും, റൈറ്റ്? അതുപോലെ തന്നെ 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ദൂരം എത്രയായിരിക്കും, അത് 50 ആയിരിക്കും, റൈറ്റ്? അങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ, ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജ് വരയ്ക്കാം. ഞാൻ എന്ത് വരച്ചു, ഞാനൊരു ലൈൻ വരച്ചു അല്ലേ? ഞാനൊരു ലൈൻ വരച്ചു, ഇതാണ് നമ്മുടെ XY ലൈൻ. ഓക്കെ, ഈ XY ലൈനിന്റെ എൻ്റെ എ ഉണ്ടല്ലോ 10 mm above, ഞാൻ എ ഡാഷ് മാർക്ക് ചെയ്തു, അവിടെ ലോക്കസ് വരച്ചു, അതിനെ ഞാൻ ലോക്കസ് ഓഫ് എ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിട്ട് ഞാൻ എ മാർക്ക് ചെയ്തു, അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അതിന്റെ പേര് ലോക്കസ് ഓഫ് എ എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത എനിക്ക് എന്താ ഉള്ളത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി, പ്രീവിയസ് എന്താ പറഞ്ഞത്, 55. ദാറ്റ് മീൻസ് 55 എനിക്ക് ഇതുണ്ട്. അപ്പം ഈ 50, 55 യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, I can easily draw this locus of B, right? But I don't know whether it is B1 dash or B1. അത് ആ B1 ഡാഷും B1ഉം അല്ലെ ഒക്കെ എവിടെയാണ് കിടക്കുന്നത്, സ്റ്റിൽ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലോക്കസ് മാത്രം വരയ്ക്കുന്നു. സോ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, 55 mm ഞാൻ മെഷർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മേളിൽ ലോക്കസ് ഓഫ് B ഡാഷും, ദാറ്റ് മീൻസ് ഈ ഹൈറ്റ് എത്രയായിരിക്കും, ഇത് ദിസ് ഈസ് 55 mm, and from here I measure 50 and I draw the next horizontal line, and this is the locus of B, right? നിങ്ങൾ നോക്കുക, ഈ ക്വസ്റ്റ്യനകത്താണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റി, ലോക്കസ് ഓഫ് എ മാർക്ക് ചെയ്തു, ലോക്കസ് ഓഫ് ബി ഡാഷ് മാർക്ക് ചെയ്തു, ലോക്കസ് ഓഫ് ബി, ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. ലോക്കസുകളെല്ലാം ഒബ്റ്റെയിൻ ചെയ്താൽ പിന്നെ സൊല്യൂഷൻ വളരെ എളുപ്പമാണ്. ഇനി അടുത്ത ഡേറ്റ ഞാൻ പറയുന്നതാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, or else instead of that I will give like this, the true length is 80 mm. Okay, the true length is 80 mm. Then the line AB is 80 mm. That is the question. നിങ്ങൾ നോക്കിയേ, ഈ ട്രൂ ലെങ്ത് ഇതാണ് 80 എന്ന് പറഞ്ഞത് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ they have not given us the value of theta or phi, right? അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നോക്കി, നമുക്ക് ഈ ലോക്കസ് ഓൾറെഡി ഒബ്റ്റെയിൻഡ്. ഇൻ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ
after constructing the line a dash b dash we draw the locus of b dash. അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ലോക്കസുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റൈറ്റ്? ആ ലോക്കസ് കിട്ടിയത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ലോക്കസ് ഓഫ് ബി ഡാഷ് കിട്ടിയത്. ബി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ലോക്കസ് ഓഫ് ബി കിട്ടിയത്. പക്ഷേ നമ്മൾ ഇപ്പം വരയ്ക്കുന്ന ക്വസ്റ്റ്യനിൽ ഓൾറെഡി എനിക്ക് ലോക്കസ് ഓഫ് ബി ഡാഷും ബിയും കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു ട്രൂ ലെങ്ത് എന്ന് പറയുന്ന സാധനം ഇതിന്റെ ലെങ്ത് 80 അല്ലേ? അപ്പൊ ഇവിടെ ആംഗിളിന്റെ ആവശ്യമുണ്ടോ? തീറ്റയുടെ ഫൈയുടെ ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുക? നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പോയിന്റ് എയിൽ കുത്തി you take the compass, measure 80 mm and keeping a center you draw a radius or draw an arc to cut the locus of b dash. Locus of b dash കട്ട് ചെയ്യുന്ന ഒരു ആർക്ക് കീപ്പിംഗ് a dash as center വരയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? From here I will cut an arc here. This point is named as b dash. Look here. From here I will cut an arc here. അതെന്ത് കിട്ടും? locus of b dash കിട്ടും. b dash എന്ന പോയിന്റ് കിട്ടും. സിമിലർലി ഞാൻ അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യും. 80 എടുത്ത് കട്ട് ചെയ്യും. അപ്പൊ എന്താണ്? ഇതേ എടുത്തിട്ട് ഞാൻ 80 എടുത്ത് കട്ട് ചെയ്യും. അപ്പൊ ഈ കിട്ടിയ പോയിന്റ് എന്താണ്? ബി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ എനിക്ക് എന്ത് വരയ്ക്കാം? എനിക്ക് ട്രൂ ലെങ്ത് ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്ത് നോക്കിയേ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഈ ലെങ്തും ഈ ട്രൂ ലെങ്തുകൾ വരച്ചതിന് ശേഷമായിരുന്നു എനിക്ക് ഈ ലോക്കസ് ഓഫ് ബി ഡാഷും ബിയും കിട്ടിയത്. പക്ഷെ ഇവിടെ എന്താണ്? ലോക്കസിന് ശേഷമാണ് ഞാൻ എന്ത് വരച്ചത്? എന്റെ എ ഡാഷ് ബി ഡാഷ് വരച്ചത്. അപ്പൊ ഇതിവിടെ നമ്മൾ യൂസർ റിലേഷൻ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത പ്രൊസീജിയർ ആണോ ചെയ്തത്? അല്ല. നമ്മളെ റിലേഷൻ യൂസ് ചെയ്തു. എന്ത് റിലേഷൻ? ലോക്കസ് ഓഫ് ബി ഡാഷ് എനിക്ക് ഉള്ളത് കൊണ്ട് ട്രൂ ലെങ്തും അവൈലബിൾ ആണെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു? ഐ ക്യാൻ കട്ട് ആൻ ആർക്ക് ടു ഒബ്റ്റെയിൻ ദ പോയിന്റ് ബി ഡാഷ്. അത് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രൂ ലെങ്ത് ആൻഡ് ദ ലോക്കസ് ബി ഡാഷ് എന്തായിരിക്കും? ബി ഡാഷ് വിൽ ബി ലൈയിങ് ഓൺ ദ ലോക്കസ് ഓഫ് ബി ഡാഷ്. റൈറ്റ്? സോ സിൻസ് ഐ ഹാവ് ദ ട്രൂ ലെങ്ത് keeping a center you cut an arc. ഇനി ഞാൻ തിരിച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇൻസ്റ്റെഡ് ഓഫ് ട്രൂ ലെങ്ത് അവർ പറയുവാണ് ദ ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 60 mm എന്ന് പറഞ്ഞാലോ? ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതല്ലേ? അപ്പൊ ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 60 mm ആണെങ്കിൽ ഈ ദൂരമല്ലേ 60 എന്ന് പറയുന്ന സാധനം മെഷർമെന്റ്? അതാണ് 60 എങ്കിൽ എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇപ്പൊ യൂസ് ചെയ്ത അതേ പ്രൊസീജിയർ യൂസ് ചെയ്യത്തില്ല. എന്ത്? I can take 60 mm on my compass and I can cut an arc at the locus of b dash to obtain the point b1 dash. ശരിയല്ലേ? a ഡാഷിൽ നിന്നും b1 ഡാഷിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്താൽ മതി ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ടെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഇത് വൺസ് ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. എന്താണ്? നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ബി ഡാഷിൽ നിന്നും ലോക്കസ് ഓഫ് എയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ കിട്ടുന്നു. റൈറ്റ്? അതിനെ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു? ലോക്കസ് ഓഫ് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ഇതായിരിക്കും എൻ്റെ ലെങ്ത് ഓഫ് ദി ടോപ്പ് വ്യൂ. അതിനെ ഞാൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ കിട്ടിയ പോയിന്റ് ആയിരിക്കും B1. സോ ഇതായിരിക്കും എൻ്റെ ടോപ്പ് വ്യൂ. സിമിലർലി തിരിച്ചും എന്താണ്? ഇവിടെ നിന്ന് ഞാൻ ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ കട്ട് ചെയ്യുന്നു. ഇതായിരിക്കും B1 dash. ഇതായിരിക്കും എൻ്റെ ഫ്രണ്ട് വ്യൂ. ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ഇഫ് യു ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ബോത്ത് ദിസ് വിൽ ലൈ ഓൺ ദ സെയിം വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഫോളോ ചെയ്തത്. സോ ഇതായിരുന്നു നമ്മുടെ ലെങ്ത് ഓഫ് ദി ഫ്രണ്ട് വ്യൂ. ലെങ്ത് ഓഫ് ദി ഫ്രണ്ട് വ്യൂ. റൈറ്റ്? നിങ്ങൾ നോക്കി ഈ ഫിഗറും this figure and this figure looks one and the same. This is theta and this is phi. This is alpha and this is beta. These two figure looks one and the same. വളരെ സിമിലർ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിരുന്നു. കണ്ടോ? അപ്പൊ നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിലെ മിക്കവാറും സൊല്യൂഷൻസ് ഒക്കെ ഇതുപോലെ കാഴ്ചയിൽ ഇതുപോലെ ഇറ്റ് മേ ലുക്ക് സിമിലർ ടു ദിസ്. But the method that we have followed, the procedure that we followed will change from question to question. അതാണ് ഇതിനകത്തെ ട്രിക്കി പാർട്ട് എന്ന് പറയുന്ന സാധനം. റൈറ്റ്? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിക്കുവാണ്. ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? ഇവിടെ ഇപ്പോൾ ചെയ്ത ഒരു മെത്തേഡ് എന്തായിരുന്നു? അതായത് ബി ഡാഷിൽ നിന്നും എക്സ്റ്റെൻഡിങ് ടു ദി ലോക്കസ് ഓഫ് എ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുവാണ് നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. അതിങ്ങനെയാണ്. ലോക്കസ് ഓഫ് ബി ഡാഷിൽ നിന്നും
ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡിങ് അപ് ടു ദ ലോക്കസ് ഓഫ് എ. അതാ ചെയ്തത്, ശരിയല്ലേ? ഞാൻ ആരോ മാർക്ക് കൊടുക്കുന്നു, യു എക്സ്റ്റെൻഡ് അപ് ടു ദ ലോക്കസ് ഓഫ് എ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ റൊട്ടേറ്റ് അപ് ടു ദ ലോക്കസ് ഓഫ് ബി. എളുപ്പമല്ലേ ഓർത്തിരിക്കാൻ? അതുപോലെ തന്നെ ഫ്രം ദ ലോക്കസ് ഓഫ് ബി I extend up to the locus of A dash and I rotate up to the locus of B dash. Correct അല്ലേ? സോ ഇത് നമ്മുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാം. ഇത് എപ്പോഴാണ് നമ്മൾ എങ്ങനെ ചെയ്തത്? ട്രൂ ലെങ്തിൽ നിന്നും അപ്പറന്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തിരിച്ചോ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഇപ്പോൾ ട്രൂ അപ്പറന്റ് ലെങ്ത് ഉണ്ടെങ്കിൽ ഇരിക്കും, ട്രൂ ലെങ്ത് അറിയില്ല, അപ്പറന്റ് ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നിരിക്കട്ടെ. അപ്പൊ എങ്ങനെ ചെയ്യുന്നത്? അപ്പറന്റ് ലെങ്തിനെ റൊട്ടേറ്റ് ചെയ്ത് ഉണ്ടോ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ട്രൂ ലെങ്ത്. നമ്മളിപ്പോൾ പോയ പാത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പാത്ത്. ജസ്റ്റ് ഫോളോ ദി പാത്ത് ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പറന്റ് ലെങ്ത് ആണെങ്കിൽ എങ്ങനെ ട്രൂ ലെങ്തിലേക്ക് പോകാം എന്ന് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്ത് ചെയ്യുക, ഇതിനെ B1 ഡാഷ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്ത് ചെയ്യുക, B1 ഡാഷിനെ ലോക്കസ് ഓഫ് എ ഡാഷ് വരെ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ലോക്കസ് ഓഫ് ബി വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻസർ ആയി. റൈറ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മെത്തേഡ് ഫോളോ ചെയ്യുക. ലോക്കസ് ഓഫ് ബി ഡാഷിൽ നിന്നും ലോക്കസ് ഓഫ് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലോക്കസ് ഓഫ് ബിയിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ അതുപോലെ തന്നെ ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ നിങ്ങൾ LHS ടു RHS മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ലെങ്തിൽ നിന്നും അപ്പറന്റ് ലെങ്തിലേക്ക് പോകുന്ന പ്രൊസീജിയറും തിരിച്ചു ഫോളോ ചെയ്താൽ എന്താണ്, അപ്പറന്റിൽ നിന്ന് ട്രൂയിലേക്ക് പോകുന്ന മെത്തേഡുമാണ്. ഓക്കെ, ഇനിയും ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പോൾ അപ്പറന്റ് ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. ഞാൻ പറയുവാണ്, ലൈൻ AB ഉണ്ട്. എനിക്കിപ്പോൾ എന്താണ് ഇവിടെ, ഞാൻ ലോക്കസ് ഓഫ് എ മാർക്ക് ചെയ്തു. ഇത് ലോക്കസ് ഓഫ് എയും ഇത് ലോക്കസ് ഓഫ് എ ഡാഷ് വന്നിരിക്കട്ടെ. സോ എനിക്കിവിടെ പോയിന്റ് ഉണ്ട്. സോ ഇതെന്തായിരിക്കും എൻ്റെ എയും എ ഡാഷും. ഇതൊക്കെ സ്ട്രേറ്റ് ലൈൻസ് യൂസിങ് ദ കറക്റ്റ് ജോമെട്രിക്കൽ സെറ്റ് വരയ്ക്കേണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് പറയുന്നു എന്നുള്ളതുള്ള കാര്യം മനസ്സിലാക്കാൻ. ഓക്കെ, ഇത് ഇരിക്കട്ടെ. ഞാൻ ഇനിയും പറയുകയാണെങ്കിൽ മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ലോക്കസ് ഓഫ് ബിയും പറഞ്ഞിട്ടുണ്ട്. ലോക്കസ് ഓഫ് ബി ഡാഷും ഉണ്ട്, ലോക്കസ് ഓഫ് ബിയും ഉണ്ട്. അതിനുശേഷം പറയുവാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടർ ഈസ് 50 mm. ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടർ എന്താണ്? ഈ ദൂരമാണ് പറയും, ഇവിടം മുതൽ ഇവിടം വരെ. ഈ ലൈൻ ഓൾറെഡി നമുക്കിപ്പോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് 50 എടുത്തിട്ട് ഞാനൊരു ലൈൻ വരച്ചാൽ എനിക്ക് കിട്ടുന്ന പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? B1 ഡാഷും B1 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഞാൻ 50 mm മെഷർ ചെയ്യുന്നു, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. എനിക്ക് എന്ത് കിട്ടുന്നു? ഈ കിട്ടിയ പോയിന്റിന്റെ പേര് B1 എന്നാണ്. ഇതിന്റെ പേരെന്താണ്? B1 ഡാഷ് ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റെ ഫ്രണ്ട് വ്യൂവും വരയ്ക്കാം, ഇവിടെ എൻ്റെ ടോപ്പ് വ്യൂവും വരയ്ക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ട്രൂ ലെങ്ത് ആൻഡ് തീറ്റയും ഫൈയും ഒക്കെയാണ് ചോദ്യം. ഇവിടെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്താണ്? അപ്പറന്റ് ലെങ്ത് ആണ്. കണ്ടോ, എ ഡാഷ് B1 ഡാഷ് ഇസ് ദ അപ്പറന്റ് ലെങ്ത്. അവിടുന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? യു ഹാവ് ടു മൂവ് ടുവേഴ്സ് ദി ട്രൂ ലെങ്ത്. So how will you solve it? So you rotate the point which is lying on the locus of B to the locus of A. ഇങ്ങോട്ടല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് അല്ല മൂവ് ചെയ്യേണ്ടത്, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ലോക്കസ് ഓഫ് ബിയിൽ കിടക്കുന്ന പോയിന്റ് ഏതാ? B1 ആണ്. അവനെ ഞാൻ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. എവിടം വരെ? ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ. കണ്ടോ, പി കിട്ടിയ പോയിന്റിന്റെ പേരെന്താണ്? ബി ഡാഷ്. ഇതെന്താണ്? എൻ്റെ ട്രൂ ലെങ്ത് ആണ്. സിമിലർലി ഇവിടെ എന്ത് ചെയ്തു? ലോക്കസ് ഓഫ് ബി ഡാഷിൽ കിടക്കുന്ന പോയിന്റ് ഏതാണ്? B1 ഡാഷ് ആണ്. അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എവിടം വരെ? ലോക്കസ് ഓഫ് ബി വരെ. പി കിട്ടിയ പോയിന്റ് എന്തായിരിക്കും? ബി ആയിരിക്കും. എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. എ ഡാഷ് ബി ഡാഷും എ ബിയും സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. പടം നിങ്ങൾ നോക്കിക്കേ, മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ. ഓൾ ദീസ് 3 ഫിഗേഴ്സ് ലുക്ക് വൺ അറ്റ് ദ സെയിം, but the method that we have followed for these 3 questions are completely different.
but the only thing, which common thing, is that we used this particular figure to identify the correlationship between different dimensions and things. Is it clear? So you draw a clean sketch. On this sketch you try to plot all the values and try to find out the relationship between various points and lines, projector lines, etc. Okay, so try to practice that, and I will solve 2-3 questions for you to understand. I will explain 2-3 questions by using the same method. I think if you want to solve this in an effective manner, definitely you have to kindly take a note of this. Okay, so thank you. We'll meet again with some solutions of the line inclined to both the reference plane in the next class.